എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. അതായത് 2026 കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ്റെ ആയുസ് 120 വർഷമാണ്. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രഹങ്ങളുടെ ബലം പോലെ ഇരിക്കും നമ്മുടെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ എല്ലാവർക്കും 50 വയസ്സാകുമ്പോഴത്തേക്ക് പേടിയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നവഗ്രഹങ്ങൾ എത്രത്തോളം ബലപ്പെട്ട് നിൽക്കുന്ന അത്രത്തോളം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും കുറയും. നമ്മൾ ഈ ചില വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. പിന്നെ കാർത്തിക നക്ഷത്രക്കാർ 2026 അന്ധമായ വിശ്വാസങ്ങളിലേക്കൊക്കെ കൂടുതലായിട്ട് പോകാതിരിക്കുക. ഈശ്വരാനുഗ്രഹം ഉപാസന ഉള്ള വ്യക്തികളെ കൂടുതലായിട്ടുള്ള ദോഷങ്ങളും കാര്യങ്ങളൊന്നും ബാധിക്കില്ല. 2026 എന്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകട്ടെ, അത് നമ്മുടെ ഈശ്വരൻ മാറ്റിത്തരും. എനിക്ക് അതൊന്നും ബാധിക്കുന്നില്ല ഒരു വിശ്വാസത്തിൽ വേണം കാർത്തിക നക്ഷത്രക്കാർ മുന്നോട്ട് പോകാൻ വേണ്ടി. അതേപോലെ തന്നെ അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കുക. ഒരിക്കലും ജോലിക്ക് പോകാതെ പൈസകൾ വരില്ല. ജോലിക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. അമ്പലത്തിൽ പോയി വഴിപാടുകളും കാര്യങ്ങളും ചെയ്താൽ പൈസ വരത്തില്ല. പിന്നെ ജോലിയിലുള്ള തടസ്സങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രദർശനം ചെയ്ത് നമ്മൾ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഡോക്ടർ ഒരാൾ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നു, ഡോക്ടർ വഴി നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ അല്ലേ? അപ്പോൾ രണ്ടും വേണം. അപ്പോൾ അതേപോലെ തന്നെ വിശ്വാസം വേണം, മരുന്നും വേണം അല്ലേ? അപ്പോൾ ഇനി 2026 കാർത്തിക നക്ഷത്രക്കാർക്ക് ജനുവരി മാസം തൊട്ട് ചെറിയ കാര്യങ്ങൾക്ക് മൊത്തവും തടസ്സമായിരിക്കും. അതായത് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏകദേശം നടക്കാതെ വരും കാർത്തിക നക്ഷത്രക്കാർക്ക്. അതായത് ശത്രു, ദുഷ്കീർത്തി, കാര്യവിഘ്നം, അതായത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പരിസരവാസികളോടൊക്കെ നമ്മളോടൊരു വെറുപ്പ് തോന്നും. അതായത് കാർത്തിക നക്ഷത്രക്കാർക്ക് നമ്മൾ എന്ത് കാര്യത്തിന്, ഒരു ഉദാഹരണത്തിന് നമ്മളൊന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് മേടിക്കാമെന്ന് വെച്ചാൽ അവിടെ മെഡിക്കൽ സ്റ്റോറുകാരും കാണത്തില്ല. നമ്മൾ എന്ത് കാര്യത്തിനും പുറത്തു പോയാലും അവിടെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും 2026 കാർത്തിക നക്ഷത്രക്കാർക്ക്. അതേപോലെ തന്നെ ശത്രുദോഷങ്ങൾ, അതേപോലെ ദുഷ്കീർത്തി, വലുതായ കാര്യവിഘ്നങ്ങൾ, നമുക്ക് ചെറിയ ശരീരത്തുണ്ടാകുന്ന അസുഖങ്ങളും കാര്യങ്ങളൊക്കെ 2026 തൊട്ട് കാർത്തിക നക്ഷത്രത്തിൽ സംഭവിക്കാനിടയുണ്ട്. അതേപോലെ തന്നെ ഇതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. ഇത് കേട്ടെന്ന് വെച്ചിട്ട് ആരും ടെൻഷൻ ആകണ്ട. ഒരു ഈശ്വരാനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു ഉപാസനയുള്ള വ്യക്തിയാണ് ഇത് കാണെങ്കിൽ അവർക്കറിയാം ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല, ഞങ്ങളുടെ കാളി രക്ഷിക്കില്ല, ഇങ്ങനെ ഭഗവാൻ രക്ഷിക്കില്ല, ആ ഒരു വിശ്വാസം ഉണ്ടാകണം. അതേപോലെ തന്നെ ഇവർക്ക് ഒരിക്കലും 2026 തീരുന്നവരെ, അതായത് 2026 തീരുന്ന അടുത്ത ഡിസംബർ വരെ ഒരിക്കലും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ല. ക്യാഷ് നാലാധികം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സാമ്പത്തിക ലാഭം കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. അതായത് ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇവർക്ക് എത്താൻ പറ്റും. ഇവർ ഏത് ബിസിനസ് തുടങ്ങിയാലും ഇവർക്ക് ലാഭം ഉണ്ടാകും. ഹോട്ടൽ ബിസിനസ് ആകട്ടെ, ഇവർ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത്, ഇവരുടെ ഐശ്വര്യം കൊണ്ട് അവിടെ ഉള്ളവർക്കും സാമ്പത്തിക ലാഭം തീർച്ചയായിട്ടും വരും. പുതിയ വാഹനങ്ങൾ മേടിക്കാൻ പറ്റും. വീട് പണിയൊക്കെ മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ വീട്ടിലേക്കൊക്കെ കയറാൻ പറ്റും. എല്ലാ വിധത്തിലുള്ള വിഘ്നങ്ങളും തടസ്സങ്ങളൊക്കെ മാറി കാർത്തിക നക്ഷത്രം സമ്പത്തിൻ്റെ ഒരു വഴി തുറക്കും. അതായത് ഇവർ 2026 എന്ത് ബിസിനസ് ചെയ്താലും സാമ്പത്തികം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ കടങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ നമുക്ക് വീണ്ടും കടം തരും. നമുക്കത് തിരിച്ചു കൊടുക്കാനും കടബാധ്യതകളില്ലാതെ 2026 കാർത്തിക നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഇവരുടെ സഹോദരന്മാർ, അതായത് സഹോദരന്മാരെ കൊണ്ട്, അതായത് അച്ഛനമ്മ ഇല്ലെങ്കിൽ സഹോദരന്മാർ ഉദ്ദേശിക്കുന്നത് ജ്യേഷ്ഠൻ അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ വിധത്തിലുള്ള മംഗളങ്ങളും നമ്മുടെ ഭാഗ്യം കൊണ്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ ഇവർക്ക് പുതിയ വീടുകൾ മേടിക്കാനും വീടുകൾ വെക്കാനും, നിലവിൽ കാർത്തിക നക്ഷത്രക്കാർ വാടകയ്ക്ക് കിടക്കുന്നതാണെങ്കിൽ ഒരു വീടിനുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ വീട് മാറാനും പറ്റും. നല്ല വീടുകൾ കിട്ടാനും കാർത്തിക നക്ഷത്രക്കാർക്ക് പറ്റും. അതായത് ഇവർക്ക് ഏറ്റവും ഇത് ശത്രുദോഷങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ 2026 ഉണ്ടാകത്തില്ല. പിന്നെ 2026 ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരും. അതായത് ജീവിത പങ്കാളിയായിട്ട് 2-3 മാസത്തിനകം വഴക്കിട്ട് പിണങ്ങി നിൽക്കേണ്ടവരും ഡൈവോഴ്സിലേക്ക് വരെ അത് എത്താനുള്ള ഇടവേണം. അതപ്പോൾ ജീവിതപരമായ പ്രശ്നങ്ങൾ വളരെയധികം മുന്നോട്ട് പോവുക. പരസ്പരം എന്താ പറയുക, കാർത്തിക നക്ഷത്രക്കാർ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും വലുതാക്കാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. വൈകുന്നേരമുള്ള വഴക്കുകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൂടുതലായിട്ട് വരും. അതേപോലെ തന്നെ
ആരോഗ്യ പ്രശ്നങ്ങളിൽ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും കാർത്തിക നക്ഷത്രക്കാർക്ക് 2028 അതേപോലെ തന്നെ 2026 അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കണം. അതായത് എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നതുണ്ടെങ്കിൽ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക. 2026 കാർത്തിക നക്ഷത്രക്കാർക്ക് പല പല ആൾക്കാരിൽ നിന്ന് പൈസകൾ കിട്ടും, വിദേശത്തൊക്കെ പോകാനും പറ്റും. അതേപോലെ തന്നെ ദാമ്പത്യ കാര്യങ്ങളിൽ പ്രത്യേകം അധികം ശ്രദ്ധിക്കണം. ശത്രുദോഷങ്ങളോ പ്രാക്കുദോഷങ്ങളോ അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും 2026 ഉണ്ടാകത്തില്ല. തടസ്സങ്ങൾ മാറും, വാഹനങ്ങൾ മേടിക്കാനുള്ള ഭാഗ്യങ്ങളുണ്ടാകും. പിന്നെ ആകപ്പാട് 2026 ഈ ദാമ്പത്യ കാര്യങ്ങൾ അവർക്ക് മനക്ലേശം, അതായത് ജീവിത പങ്കാളിയില്ലെങ്കിൽ ഭർത്താവില്ലെങ്കിൽ ഭാര്യയിലെ പിരിഞ്ഞു നിൽക്കേണ്ട ഒരു വിഷമം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഒപ്പം തന്നെ കാർത്തിക നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീട് സംബന്ധമായ കാര്യങ്ങൾ. വീട്ടിൽ വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം അത് ശ്രദ്ധിക്കുക കാർത്തിക നക്ഷത്രക്കാർ. അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ പ്രശ്നമില്ലാതെ കാർത്തിക നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ശത്രുദോഷത്തിന് കാർത്തിക നക്ഷത്രക്കാർ പരിഹാരം ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ശത്രുദോഷങ്ങൾ, അതായത് വിവാഹപരമായ പ്രശ്നങ്ങൾ, ശത്രുദോഷങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ സാമ്പത്തികപരമായി ഉയർച്ച വരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശത്രുദോഷങ്ങൾ നമ്മളെ കയറി വരാം. അപ്പം ദാമ്പത്യ പ്രശ്നങ്ങൾ 2026 ഇല്ലാതിരിക്കാൻ കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പക്കപ്പിറന്നാളവരും കാർത്തിക നക്ഷത്രത്തിൽ അന്ന് തന്നെ സുബ്രഹ്മണ്യ ഭഗവാന് ഒരു വർഷക്കാലം മാസം താമരമാല ഇടുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യുക. ശത്രുദോഷങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി വടക്കോട്ടുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലോ പടിഞ്ഞാട്ടുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലോ രക്തപുഷ്പാഞ്ജലി നടത്തുക. അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വരാൻ വേണ്ടി ഒരു വർഷക്കാലം നവഗ്രഹ അർച്ചനകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ നവഗ്രഹങ്ങൾക്ക് ബലം വരുന്നതോടെ കാർത്തിക നക്ഷത്രക്കാരുടെ വരും പോകുന്ന ദോഷങ്ങൾ ആപഘട്ടങ്ങളും എല്ലാം മാറിക്കിട്ടുന്നതാണ്. ശത്രുദോഷങ്ങളും തടസ്സങ്ങളൊക്കെ കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 കൂടുതലായിട്ടൊന്നും ഉണ്ടാകത്തില്ല. ദൈവാനുഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും കാർത്തിക നക്ഷത്രക്കാർക്ക് മംഗളമാകും. അപ്പോൾ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് നോക്കി പറയുന്നതാണ്. അപ്പോൾ 2026 എന്ത് ഫലം തന്നെ ആയാലും ഞാൻ വിശ്വസിക്കുന്ന ദേവത എനിക്ക് നല്ല തരമുള്ളൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.